Welcome to Hindi Hub. Dear students, SLC ഹിന്ദി ദില്ലിമേം ഉനീംദേം എന്ന ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് വിശദീകരിക്കുന്നത്. ഗഗൻഗിൽ എഴുതിയ ദില്ലിമേം ഉനീംദേം എന്ന പാഠം ഒരു സംസ്മരൺ ആണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. ദില്ലിമേം ഉനീംദേം ദില്ലിയിൽ ഉറക്കമില്ലാത്തവർ എന്ന ഈ ചാപ്റ്ററിൽ ഒരു പാവപ്പെട്ട ഓട്ടോക്കാരന്റെ ജീവിത കഥയാണ് വിവരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ദില്ലിമേം ഉനീംദേം കിസ്കി രചന ഹെ. ദില്ലിമേം ഉനീംദേം എന്നത് ആരുടെ രചനയാണ്? ആൻസർ ഗഗൻഗിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദില്ലിമേം ഉനീംദേം കിസ് വിധാ കി രചന ഹേ. ഏത് തരത്തിലുള്ള രചനയാണ്? സംസ്മരൺ, ഓർമ്മക്കുറിപ്പാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബാത്ത് ചീത്തിലിക്കെ അല്ലെങ്കിൽ വാർത്താലാപലിക്കെ. കോൺവെർസേഷൻ എഴുതാനാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഗർ കഹാം ഹേ ആപ്കാ. നിങ്ങളുടെ വീട് എവിടെയാണ്? യഹി ഹേ, ഇതു തന്നെയാണ്. വഹ് മുझे ഓട്ടോ കി ആയിനെ മേം സേ ദേഖ്താ ഹേ. അദ്ദേഹം എന്നെ ഓട്ടോയുടെ മിററിലൂടെ നോക്കുന്നു. ജ്യോം ഗർ ആയി മെഹ്മാൻ കോ ദേഖ് രഹാ ഹോ. എങ്ങനെയാണ് നോക്കുന്നത്? വീട്ടിൽ വന്ന വല്ല അതിഥികളെ നോക്കുന്നത് പോലെ. പ്രസ്തുത പ്രസംഗ പർ രാജാറാം ഔർ ലേഖിക കെ ബീച്ച് കി ബാത്ചീത് ലിഖേ. ഈ തന്നിരിക്കുന്ന സന്ദർഭം അനുസരിച്ച് ലേഖികയും രാജാറാമും തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പാഠഭാഗത്ത് നിന്ന് 2 സംഭാഷണമാണ് വരുന്നത്. ഒന്ന് ഓട്ടോയിൽ ഇരുന്ന സമയത്തും ഒന്ന് ലേഖികയുടെ വീട്ടിൽ വെച്ചിട്ടുള്ളതും. അത് രണ്ടും നിർബന്ധമായിട്ടും പഠിക്കണം. ബാത്ത് ചീത്തായോ പടുകഥയായോ ചോദിക്കാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ കഥയുടെ ആദ്യ ഭാഗത്തിൽ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോഴുള്ള സംഭാഷണമാണ്. നമുക്ക് ആൻസർ നോക്കാം. ലേഖിക, ആപ്കാ ഘർ കഹാം ഹേ. താങ്കളുടെ വീട് എവിടെയാണ്? രാജാറാം, യഹി ഹേ, ഇത് തന്നെയാണ് എന്റെ വീട്. വഹ് ഓട്ടോ കെ ആയിനെ മേ മുझे ഐസാ ദേഖ്താ ഹേ. അദ്ദേഹം ഓട്ടോയുടെ മിററിലൂടെ എന്നെ ഇങ്ങനെ നോക്കുന്നു. ജൈസേ ഘർ ആയേ കിസി മെഹ്മാൻ കോ ദേഖ് രഹാ ഹോ. എങ്ങനെയാണോ വീട്ടിൽ വന്നിട്ടുള്ള ഒരു അതിഥിയെ നോക്കുന്നത് അതുപോലെ. ലേഖിക, യഹി, ഇതോ. യഹി ഓട്ടോ, ഈ ഓട്ടോയാണോ നിങ്ങളുടെ വീട്? രാജാറാം, ഹാം, അതെ. മേം യഹി സോത്താഹും, ഞാൻ ഇതിലാണ് ഉറങ്ങുന്നത്. ലേഖിക, ഇസ് 3 ഫീറ്റ് ലംബി പിച്ചലി സീറ്റ് പർ. ഈ 3 അടി നീളമുള്ള ബാക്ക് സീറ്റിലാണോ? രാജാറാം, ഹാം, അതെ. പിച്ചലെ 14 സാലോം സെ, കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാൻ ഇതിലാണ് ഉറങ്ങുന്നത്. ലേഖിക, ആപ്കി ചീസോം കഹാം രഹത്തി ഹേ. നിങ്ങളുടെ സാധനങ്ങൾ, വസ്തുക്കളൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? രാജാറാം, സീറ്റ് കെ നീച്ചെ, സീറ്റിന്റെ താഴെ. ഉനീം പർ ആപ്പ് ബൈഠി ഹേ, അതിലാണ് നിങ്ങളിപ്പോ ഇരിക്കുന്നത്. ലേഖിക, ഔർ ഗാന കഹാം ഗാത്തെ ഹേ. അപ്പോൾ ഫുഡൊക്കെ എവിടുന്നാണ് കഴിക്കുന്നത്? ഭക്ഷണമൊക്കെ എവിടുന്നാണ് കഴിക്കുന്നത്? അപ്പോൾ രാജാറാം, കിസി ബി ഡാബേമേം, ഏതെങ്കിലും റോഡ് അരികിലെ ഹോട്ടലുകളിൽ. ഈ ഡാബ എന്ന് വെച്ചാൽ റോഡ് അരികിലുള്ള കുഞ്ഞു ഹോട്ടലുകളാണ് കേട്ടോ. ഏതെങ്കിലും കുഞ്ഞു ഹോട്ടലുകളിൽ നിന്ന്. ലേഖിക, നഹാനെ ഔർ ശൗചാലയ്ക്ക് വ്യവസ്ഥ കഹാം ഹേ. അപ്പൊ കുളിക്കാനും ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ എവിടെയാണ്? ദെൻ രാജാറാം, ശൗചാലയ കേലിയെ സാർവജനിക ശൗചാലയ, ടോയ്ലറ്റിന് വേണ്ടി പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കും. ഔർ നഹാനെ കേലിയെ, കുളിക്കാൻ വേണ്ടി സടക്ക് കിനാരെ, റോഡ് അരികിലുള്ള കിസി നൽക സഹാരാലയത്താവും, ഏതെങ്കിലും ടാപ്പിന്റെ സഹായത്തോടെയാണ് എന്നാണ് പറഞ്ഞത്. ഇത്രയാണ് ഈ സംഭാഷണം വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭാഷണമാണ്. മക്കൾ ഇത് നിർബന്ധമായും പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഈ പാഠഭാഗത്ത് നിന്നും വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഡയറി. ഈ ചാപ്റ്ററിൽ നിന്ന് 2 ഡയറി വരാം. ലേഖിക ഓട്ടോക്കാരനെ കുറിച്ച് എഴുതുന്നതും ഓട്ടോക്കാരൻ ലേഖികയെ കുറിച്ച് എഴുതുന്നതും.
നമുക്ക് ഫസ്റ്റ് ഡയറി നോക്കാം. ലേഖിക के बारे में റിക്ഷാ ചാലക് अपने ഡയറി में लिखता है. ലേഖികയെ കുറിച്ച് ഓട്ടോക്കാരൻ തന്റെ ഡയറിയിൽ എഴുതുന്നു. ആരാണ് ഓട്ടോക്കാരൻ? രാജാറാം. ഡയറി കാ വഹ അംശ കൽപ്പന കർക്കെ ലിഖേ. ഡയറിയുടെ ആ ഭാഗങ്ങൾ നിങ്ങൾ സങ്കല്പിച്ച് എഴുതുക. നോക്കാം. ഡയറി എഴുതുമ്പോൾ ഒരു ഡേറ്റും ദിവസവും കൊടുക്കുക. ഇവിടെ ഡേറ്റും ദിവസവും വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ താരീഖ് ദിൻ ഇങ്ങനെയും എഴുതി കൊടുക്കാം. ആജ് കാ ദിൻ മേരെ ലിയേ ബഹുത് ഖാസ് താ. ഇന്ന് എന്റെ ജീവിതത്തിൽ വളരെ പ്രത്യേകമായ ഒരു ദിവസമായിരുന്നു. ഇതൊക്കെ എല്ലാ ഡയറിയിലും കൊടുക്കാൻ പറ്റുന്നതാണ്. ആജ് മേം ഏക് മേം കെ സാത്ത് ഓട്ടോ മേ യാത്ര കർ രഹി थी. ഇന്ന് ഞാൻ ഒരു മേഡത്തിന്റെ കൂടെ ഓട്ടോയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഉൻകാ വ്യവഹാർ ബഹുത്ത് അച്ഛാ था. അവരുടെ പെരുമാറ്റം വളരെ നല്ലതായിരുന്നു. വേ പഠി ലിഖി ലഗീം. അവർ വളരെ വിദ്യാഭ്യാസമുള്ളയാളായിട്ട് തോന്നി. ഉൻകെ പാസ് കൈ പത്ര പത്രികായേം ദി. അവരുടെ കൈവശം കുറെ പത്രങ്ങളും മാസികകളും ഒക്കെ ഉണ്ടായിരുന്നു. ഉനോനെ ബത്തായ. അവർ പറഞ്ഞു. കി വേ റേഡിയോ കെ ലിയേ പ്രോഗ്രാം ബനാത്തി ഹേ. അവർ റേഡിയോക്കായി പരിപാടികൾ തയ്യാറാക്കുന്നുണ്ടെന്ന്. ഉനോനെ മുജ്സെ മേരി ജിന്ദഗി കെ ബാരെ മേ പൂച്ച. അവർ എന്നോട് എന്റെ ജീവിതത്തെ കുറിച്ചും ചോദിച്ചു. വേ മേരാ സാക്ഷാത്കാർ ലേന ചാഹ്തി ഹും. അവർ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാക്ഷാത്കാർ, ഇന്റർവ്യൂ, അഭിമുഖം. ഉനോനെ മുझे अपने घर आने का निमंत्रण भी दिया. അവർ എന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. മുझे കൽ സുബഹ് ഉൻകെ ഘർ ജാനാ ഹെ. എനിക്ക് നാളെ അവരുടെ വീട്ടിലോട്ട് പോവണം. अगर मेरी कहानी सुनने से उनका काम होता है तो मुझे जरूर जाना चाहिए. ഒരു പക്ഷേ അവർക്ക് എന്റെ ജീവിതത്തെ കുറിച്ച് അറിഞ്ഞിട്ട് എന്റെ ജീവിത കഥ കേൾക്കുന്നതിലൂടെ അവരുടെ ജോലി പൂർത്തിയാകുന്നുവെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും പോകണം. ഇത്രയാണ് ഓട്ടോക്കാരന്റെ ഡയറി വരുന്നത്. ഡയറി എഴുതിയിട്ട് ഇതുപോലെ ഒരു ബോക്സിലാക്കാൻ മറന്നു പോകരുത്. ഈ രണ്ട് ഡയറിയും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നെക്സ്റ്റ് ഡയറി നോക്കാം. റിക്ഷാ ചാലക് ബാരെ മേ ലേഖിക അപ്പനെ ഡയറി മേ ലിഖ്താ ഹെ. ഓട്ടോക്കാരനെ കുറിച്ച് ലേഖിക തന്റെ ഡയറിയിൽ എഴുതുന്നു. ഡയറി കാ വഹ് അംശ കൽപ്പന കർക്കെ ലിഖേ. ഡയറിയുടെ ഈ ഭാഗങ്ങൾ നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് എഴുതാന്. നമുക്ക് ലേഖികയുടെ ഡയറി നോക്കാം. അപ്പൊ താരീഖ്, ഡേറ്റ്, ദിൻ, ദിവസം. ആജ് മേം ബിർള മന്ദിർ കെ പാസ് സെ ഓട്ടോ റിക്ഷാ മേം ഗയി. ഇന്ന് ഞാൻ ബിർള മന്ദിറിന് സമീപത്ത് നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു. ഓട്ടോ ചാലക് ബഹുത്ത് അജീബ് ലഗ. ഓട്ടോ ചാലക് എന്ന് വെച്ചാൽ ഓട്ടോ ഡ്രൈവർ വളരെ വ്യത്യസ്തനായിട്ട് തോന്നി. വഹ് ബഹുത്ത് ദുബല പത്തലാത. അദ്ദേഹം വളരെയധികം ക്ഷീണിച്ചതും മെലിഞ്ഞതുമായിരുന്നു. അവർ ഉൻകെ ചേഹരെ പർ തക്കാൻ ദി. അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെ ക്ഷീണമുണ്ടായിരുന്നു. ഉസ്കി ആങ്കോം ദം സി ഹുയി ദി. അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ കുഴിഞ്ഞിരുന്നു. പാത്ത് കർണേ പർ പതാ ചല. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു. ഉസ്ക അപ്പന കോയി ഘർ നഹീം ഹെ. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. അവർ വഹി ഓട്ടോ ഉസ്കാ ഘർ ഹെ. ആ ഓട്ടോ തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. യഹ് ജാൻകർ. ഇതറിഞ്ഞപ്പോൾ മുझे बहुत दुख हुआ. എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. ഉസ്കെ ജീവൻ കെ ബാരെ മേ ഔർ ജാൻനെ കി ഇച്ഛ ഹുയി. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം തോന്നി. മേംനെ തയ് കിയ. ഞാൻ തീരുമാനിച്ചു. കി കൽ ഉസ്സെ ഫിർ മിൽക്കർ ആരാം സെ ബാത്ത് കരോഗി. നാളെ അദ്ദേഹത്തെ വീണ്ടും കണ്ടിട്ട് ശാന്തമായി സമാധാനത്തോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഇതാണ് ലേഖികയുടെ ഡയറി വരുന്നത്. നെക്സ്റ്റ് പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് വാക്യ പിരമിഡ് കി പൂർത്തീകരേ. നമുക്കറിയാം, ഓരോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്യം വലുതാക്കി എഴുതുന്നതാണ് പിരമിഡ്. ഇവിടെ ഫസ്റ്റത്തെ 2 ലൈനും കൊടുത്തിട്ടുണ്ട്. തേർഡും ഫോർത്തും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് 2 ഓപ്ഷനും താഴെ തന്നിട്ടുണ്ട്. വളരെ ഈസി ആയതും എന്നാൽ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ പിരമിഡ്.
പിരമിഡ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആദ്യം അതിൽ തന്ന വാക്കുകളുടെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഏതെങ്കിലും ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് പിരമിഡ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് പാഠഭാഗം അർത്ഥം മനസ്സിലാക്കി നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഇവിടെ തന്നിട്ടുള്ളത് ആദ്മി കി സേവാക്കി, ഒരു മനുഷ്യന് സേവനം ചെയ്തു. സെക്കൻഡ് ലൈനിൽ വന്നിട്ടുള്ളത് അമീർ ആദ്മി കി സേവാക്കി, ധനികനായ ഒരു മനുഷ്യന് സേവനം ചെയ്തു. ഇവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് രാജാറാമിനെ ടേട്ട് സാൽ തക്, രാജാറാം ടേട്ട് സാൽ 1.5 വർഷം വരെ. ഈ 2 പോയിന്റ് ആണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ടേട്ട് സാൽ തക് 1.5 വർഷം വരെ അമീർ ആദ്മി കി സേവാക്കി, ഒരു ധനികന് സേവനം ചെയ്തു. രാജാറാമിനെ ടേട്ട് സാൽ തക്, രാജാറാം 1.5 വർഷം വരെ അമീർ ആദ്മി കി സേവാക്കി, ഒരു ധനികനായ മനുഷ്യന് സേവനം ചെയ്തു. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.